ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അലീന മനുവിനെ വിളിക്കേണ്ട അതെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മനു ചോദിക്കേണ്ട എന്നെയാണോ വിളിച്ചത്? അതെ ഇന്ന എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതെൻ്റെ കൂടെ ഒരാളും കൂടി വന്നിരുന്നു. അറിയാം. പ്രജിതാമനെ മമ്മീനെ കാണാൻ വേണ്ടി വന്നതാണോ? അതെ, മുത്തശ്ശൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ വന്നതാണ്. റൂമിലുണ്ട് എന്ന് പറയാണ്. ശേഷം മനു ജ്യൂസ് കുടിക്കുന്നുണ്ട്, നാരങ്ങ ജ്യൂസാട്ടോ. കൊള്ള നന്നായിട്ടുണ്ടെന്ന് മനു പറയാണ്. വെൽക്കം എന്ന് നമ്മുടെ അലീനയും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്ന മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ നമ്മുടെ പ്രജിതാമ്മയുടെ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് സത്യങ്ങളൊന്നും ആരോടും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പല കുടുംബങ്ങളും തകർന്നു പോകും. പിന്നെ എൻ്റെ ഭാര്യ സൗദാമിനി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീണിട്ട് എല്ലൊടിഞ്ഞ് കിടപ്പിലാണ്. മകൻ്റെ ഭാര്യയാണ് നോക്കുന്നത്, പക്ഷെ അവരും നോക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഈ കുട്ടി എൻ്റെ കൂടെ പോരട്ടെ, തൽക്കാലം എൻ്റെ ഭാര്യനെ നോക്കുന്ന ഇത് ചെയ്യട്ടെ. പിന്നീട് കല്യാണപ്രായമാകുമ്പോഴേക്കും നല്ലൊരു ആലോചന നോക്കി കല്യാണം കഴിപ്പിച്ചു വിടാം. അതെല്ലാം അവൾക്ക് നല്ലൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ ജോലി കൊടുക്കാം എന്ന് പറയണം. ശേഷം പ്രജിതാമ്മയുടെ കയ്യിലേക്ക് കുറച്ച് പണം നീട്ടുവാണ്. എനിക്ക് പണമല്ല ആവശ്യം, എനിക്കറിയാമല്ല, എല്ലാം ശരിയാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പണം പ്രജിതാമ്മയുടെ കൈ കൊടുക്കുകയാണ്. എന്താ, ആ കുട്ടീനെ ഇപ്പോൾ കൊണ്ടുപോകണോ? ഇപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അവൾക്കിവിടെ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അവളില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് നാളെയോ നാളെ കഴിഞ്ഞിട്ടോ മതി എന്ന് പറയാണ്. ശരി എങ്കിൽ അങ്ങനെയാവാം. സൗദാമിനെ നോക്കുന്ന ജോലി അവൾ ഏറ്റെടുക്കട്ടെ. ശേഷം ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ആരുടെ മകളാണ് അവളെന്ന് ഒരിക്കലും സത്യം പുറം ലോകം അറിയാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, അത് എനിക്കറിയാവുന്ന കാര്യമല്ലേ. ഒരിക്കലും ആ സത്യം പുറം ലോകം അറിയില്ല. നല്ല മനോധൈര്യമുള്ള കുട്ടിയാണ് അലീന. അവളുടെ നാവിൽ നിന്നും സത്യങ്ങളൊന്നും പുറത്തേക്ക് പോവില്ല. ശരി എന്ന് മുത്തശ്ശൻ പറയാട്ടോ. കൂടി അലീനയുടെ മനുവിൻ്റെ അടുത്തേക്ക് വരുവാണ്. മുത്തശ്ശൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ പ്രജിതാമ്മ പറയുന്നുണ്ട്, ഇവിടെ വരുന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം, പിന്നെ ഇപ്പോഴും എനിക്ക് സമാധാനമായി എന്ന് പറയാണ്. ശരിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവരോട് നിന്ന് പോകുക കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മനുവിൻ്റെ അടുത്ത് മുത്തശ്ശൻ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. മനു ചോദിക്കേണ്ട, ഹലോ മുത്തശ്ശ എന്ന് പറയുമ്പോൾ എന്താടാ? അല്ല മുത്തശ്ശൻ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കണത്? അല്ല, ഞാൻ ആ പെൺകുട്ടിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അലീനെ. ആ പെൺകുട്ടി എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ്. ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്നേ പറയുള്ളൂ. അത് ഓർഫണാണോ മുത്തശ്ശ? അതെ, ഈ ജീവിതം എന്ന് പറയണതൊക്കെ ഈ ഭൂമിയിൽ എല്ലാവരും ഓർഫൺസ് അല്ലേടാ, അനാഥര്. ചിലർ വൈകി അറിയും, ചിലർ നേരത്തെ അറിയും. ഞാനും ഒരു അനാഥനാണ്. മുത്തശ്ശൻ അനാഥനോ? ഇതെനിക്ക് പുതിയൊരു അറിവാണല്ലോ. ആ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് എല്ലാവരും അനാഥരായി തോന്നൂടാ. എനിക്ക് അത്രമാത്രം കടപ്പാടുണ്ട് ആ സ്ത്രീയോട്. അല്ല മുത്തശ്ശൻ പൈസ എന്തിനും കൊടുത്തായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും മതിയാവില്ല, അത്രയും കടപ്പാടുണ്ട് എന്ന് എന്നോട് ചോദിച്ചിടും മുത്തശ്ശ. ഞാൻ കടം തീർക്കായിരുന്നല്ലോ, നിൻ്റെ കൈ കൊണ്ടും ഒക്കില്ല. എടാ മോനെ, നീ വേണം ഇനി ആ കട തീർക്കാനായിട്ട്. ശരി മുത്തശ്ശ, ഞാൻ എന്താ ചെയ്തോളാം. എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ ആരോടും പറയരുത്. എന്താ മുത്തശ്ശ? നമുക്ക് ആ പെൺകുട്ടിനെ ദത്തെടുത്താലോ? ആരെ? അലീനനെയോ? അതെ, അവളെ തന്നെ. മുത്തശ്ശൻ എന്താ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും ഒത്തിരി പേരുണ്ടല്ലോ, ഇനി ഒരാളെയും കൂടി ദത്തെടുക്കണോ? ഇത് വീട്ടിൽ പറഞ്ഞാലേ മുത്തശ്ശൻ്റെ കിളി പോയെന്ന് എല്ലാവരും പറയുള്ളൂ. എടാ, ഈ ദത്തെടുക്കൽ നീ വേറെ ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പ്രജിതാമ്മക്ക് ഇനി അധികം നാൾ ആയുസില്ല, കരൾ രോഗമാണ്. അവിടെ ആ ഓർഫനേജിൽ ഓരോരുത്തരുടെ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടീനെ ഞാൻ ദത്തെടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ വീട്ടിൽ പോയിക്കഴിഞ്ഞാൽ ശരിയാവില്ല മുത്തശ്ശ. എടാ, മുത്തശ്ശി കാലൊടിഞ്ഞ് കിടക്കുന്ന കാര്യം നിനക്കറിയാലോ. അവളെ നോക്കാൻ വരുന്ന ഹോം നേഴ്സായിട്ട് അവൾ വന്നോട്ടെ, വേറെ ആരും ഈ കാര്യം പറയണ്ട. അത് നല്ലൊരു ഐഡിയ ആണ്. എൻ്റെ അമ്മയും മുത്തശ്ശിനെ ശരിക്കും കാര്യമായിട്ട് നോക്കണമൊന്നുമില്ല. എങ്കിൽ നമുക്ക് ആ കുട്ടീനെ ഇപ്പം തന്നെ കൂട്ടായിരുന്നല്ലോ. വേണ്ടടാ, ഇന്ന് ആ കുട്ടിക്ക് ഒരുപാട് പണിയുണ്ട്. വേറൊരു ദിവസം ആവട്ടെ, ഞാൻ നിന്നോട് പറയാം. നീ ഒറ്റയ്ക്ക് പോയി കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. മുത്തശ്ശ, ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? മുത്തശ്ശനും കൂടി വന്നൂടെ? എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല മോനെ, അതുകൊണ്ടിട്ടാ. ശരി മുത്തശ്ശ, എങ്കിൽ ഞാൻ പോയി ആ കുട്ടീനെ കൂട്ടിക്കൊണ്ടു വന്നോളാം എന്ന് മനുവും പറയാണ്. പിന്നീട് കാണിക്കുന്ന പ്രജിതാമേനെയാണ്ടോ. പ്രജിതാമ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അലീനെ കാലൊക്കെ തടവിക്കൊണ്ടിരിക്കുകയാണ്. മതി മോളെ, നിൻ്റെ കൈ കുഴയും, എത്ര നേരെ തടവുന്നത്? അല്ല പ്രജിതാമേ, വന്നത് ആരായിരുന്നു? അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞിട്ട് പ്രജിത അമ്മ എഴുന്നേറ്റിരിക്കുക കേട്ടോ. അത് വന്നത് എന്താ മമ്മി എന്താണെന്ന് പറഞ്ഞോ? അദ്ദേഹം എൻ്റെ തലയെ തൊട്ട് അനുഗ്രഹിച്ചപ്പോഴേ എൻ്റെ തല തൊട്ട് ഉള്ളംകാല് വരെ എന്തൊരു കോരിത്തരിപ്പായിരുന്നു. അദ്ദേഹം മനസ്സറിഞ്ഞ മോളെ നിന്നെ അനുഗ്രഹിച്ചത്. പിന്നെ അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം നിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. മമ്മി എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ ഗ്രാൻഡ് ഫാദറോ? അതെ, നിൻ്റെ സ്വന്തം മുത്തശ്ശൻ, നിൻ്റെ അമ്മയുടെ അച്ഛൻ. പ്രജിത മമ്മി, അതെ, ഞാൻ പറഞ്ഞ സത്യമാണ് മോളെ. നീ ചെറുപ്പത്തിൽ ഒരുപാട് റഷ്യനോട് ചോദിക്കാറില്ലേ നിൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറയും സമയമാവട്ടെ പറയാമെന്ന്. ഇപ്പം അതിനുള്ള സമയമായി. നിൻ്റെ അമ്മയുടെ അച്ഛനാത്. പക്ഷേ നീ ഈ സത്യം ഒരിക്കലും ആരോടും പറയാൻ പാടില്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അദ്ദേഹം വന്നത്.
നിനക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ കാണാമല്ലേ? കാണാം. നിൻ്റെ അമ്മേനെ കാണാം, സ്പർശിക്കാം. നിൻ്റെ അമ്മേനെയൊക്കെ നോക്കി കാണാം. നിൻ്റെ അനിയത്തിമാരെയും അനിയന്മാരെയൊക്കെ നിനക്ക് കാണാം. നിൻ്റെ മുത്തശ്ശനെ കാണാം, മുത്തശ്ശീനെ കാണാം, ബന്ധുജനങ്ങളെ കാണാം. എല്ലാവരും വരും പോകും. പക്ഷെ നിനക്കും അവർക്കും ഇടയിൽ ഒരു ചില്ലുകൂടിയുണ്ട്. ഒരു ആരും കാണാത്ത ഒരു കണ്ണാടി. അത് തകരാതെ നീ നോക്കണം. അത് തകർന്നു കഴിഞ്ഞാൽ കുടുംബജീവിതങ്ങൾ ഒരുപാട് പേരുടെ നശിയും. അവർക്ക് നീ മരണപ്പെട്ട ഒരു കുട്ടിയാണ്, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു കുട്ടി. അതുകൊണ്ട് ഒരിക്കലും നീയായിട്ട് സത്യങ്ങളൊന്നും ആരോടും പറയാൻ പാടില്ല മോളെ. നീ എൻ്റെ കൈ തൊട്ട് സത്യം ചെയ്. ഒരിക്കലും ഈ സത്യം നിൻ്റെ നാവിൽ നിന്ന് പുറത്തു പോവില്ലെന്ന് മമ്മിക്ക് സത്യം ചെയ്ത് കൊടുക്കുകയാണ് അലീന. അലിനക്കാകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് ആകുമ്പോഴൊന്നും അലീന ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ചിന്നുമോളെ ഉറക്കിക്കൊണ്ട് നമ്മുടെ രേവതി വരുന്നുണ്ട്. അല്ല ചേച്ചി, ചേച്ചി എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കണത്? പ്രജിത മമ്മി പറഞ്ഞ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ആ അതെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും കൂടെയുണ്ട്, പക്ഷെ അവരുടെ ദാസിയായിട്ട് ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയട്ടെ. മമ്മി എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കും ചേച്ചിയെടുത്ത് അവരുടെ അടുത്ത് സത്യങ്ങളൊന്നും പറയേണ്ടത് പറഞ്ഞത്. പക്ഷെ ചേച്ചി ഒരു കാര്യം വിചാരിക്കണം. നോക്ക്, ആ വീട്ടിലെ എല്ലാവരുടെയും താക്കോല് ചേച്ചിയുടെ കയ്യിലാവുള്ളത്. ചേച്ചി ചേച്ചാ ആ കുടുംബം തകർപ്പടമാവും. ഞാൻ അങ്ങനെ ചെയ്യൂടി? ഇല്ല, നമ്മളങ്ങനെ ചെയ്യില്ല. പക്ഷെ ചെയ്യാൻ പറ്റുമെന്നൊരു ബോധം നമുക്കുണ്ടാവുന്നെങ്കിൽ നമുക്കൊരു ധൈര്യം കിട്ടും. അവിടെ എനിക്ക് സ്നേഹം കിട്ടുമായിരിക്കുമോ? അവിടെ എനിക്ക് സ്നേഹം കിട്ടുമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതെനിക്കറിയില്ല ചേച്ചി. എന്തായാലും സ്നേഹം കിട്ടിയാലും സ്നേഹം കിട്ടിയില്ലെങ്കിലും ചേച്ചി ആ വീട്ടിലെ ഒരു അംഗമാണ്. അത് ചേച്ചിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണമെന്ന് പറയുമ്പോൾ, എടി നമുക്ക് ഭക്ഷണം കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സ്നേഹം കിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുക? സ്നേഹമില്ലാത്ത വീട്ടിലേക്ക് പ്രജിതാമ്മ ചേച്ചിനെ പറഞ്ഞേക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരൊക്കെ നല്ല ആൾക്കാരായിരിക്കും ചേച്ചി. നല്ല ആൾക്കാരായിട്ടാണോ എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുകയാണ് അലീന. അത് കേൾക്കുമ്പോൾ രേവതിക്ക് എന്ത് പറയണമെന്നറിയില്ല. ചേച്ചി നോക്ക്, നമുക്ക് എല്ലാവർക്കും ഒരേ അമ്മമാരുണ്ട്. ഒരു കണക്കിന് ചേച്ചിയുടെ ഭാഗ്യമാണ്. ചേച്ചിക്ക് നല്ലൊരു വീട്ടിൽ, വലിയൊരു മാളിക പോലത്തെ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലേ? എടി, വലിയ വീടോ ചെറിയ വീടോ എന്നുള്ളതല്ല, സ്നേഹം ഉണ്ടാവണം. എല്ലാം ശരിയാവും ചേച്ചി, ഞാനല്ലേ പറയണത്. നോക്ക്, നമ്മളെല്ലാവരും പ്രസവിച്ചത് ഒരു അമ്മയാണ്, നമ്മളെ ഉപേക്ഷിച്ചതും ഒരു അമ്മ തന്നെയാണ്. ആ അമ്മേനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ? ചേച്ചിക്ക് ആ ഭാഗ്യം കൈവന്നിരിക്കുക. ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാം ശരിയാവും. അവരൊക്കെ നല്ല ആളുകളായിരിക്കും. നല്ല ആളുകളായിട്ടാണല്ലോ എന്നെ ഉപേക്ഷിച്ചത് എന്ന് അലിന വീണ്ടും പറയാട്ടോ. അത് കേൾക്കുമ്പോൾ രേവതിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മുത്തശ്ശന് ശ്വാസമുട്ടായിട്ട് ഒട്ടും വയ്യാട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശിവരാമൻ ചോദിക്കേണ്ട ഭാര്യ എടുത്ത്, എടി എങ്ങനെയുണ്ട് അച്ഛന്? ആ ശ്വാസമുട്ട് കുറച്ച് കുറവുണ്ട് എന്ന് പറയാണ്. ശേഷം മനുവിനോട് മാത്രം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എൻ്റെ അവസ്ഥ കണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മളിന്ന് പോയത് കറക്റ്റായിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ എല്ലാം ചെയ്യണം. മുത്തശ്ശനൊന്നും കൊണ്ട് പേടിക്കേണ്ട, എല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. മുത്തശ്ശൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് മനു സമാധാനിപ്പിക്കുകയാണ്. ശേഷം മമ്മീനെയാണ് കാണിക്കുന്നത്. പ്രജിത മമ്മി നമ്മുടെ അലീൻ്റെ അടുത്ത് പറയേണ്ട, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഓർഫണേജ് ഉണ്ട്. ആ ഓർഫണേജിലേക്ക് നമ്മുടെ ചിന്നുമോളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോൾ അലീന ആകെ ഞെട്ടുവാണ്. നമ്മുടെ ചിന്നുമോളെ ഇന്ന് കൊണ്ടുപോകാൻ പോവാണോ? അതേ മോളെ, അവളെയും മാറ്റണ്ടേ? ഇനി നീയും അവളും അതുപോലെ തന്നെ രേവതി മാത്രമേ ഉള്ളൂ. രേവതിനെയും കൂടി ഒരു കൈകളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് സമാധാനമായി എന്ന് പ്രജിത മമ്മി പറയാണ്. ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന അലീനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.